നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ആർട്ടിഫിഷ്യൽ റിസർവോയറാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ മൂന്നാറിൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് വന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ വന്നതൊരു ആർട്ടിഫിഷ്യൽ റിസർവോയറിൻ്റെ നടുവിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സംഗതി കാണിക്കാൻ ഇപ്പം പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെയും ലേക്ക് ഡിസ്ട്രിക്റ്റും വീഡിയോ ഒന്നുകൂടി ഞാൻ എന്തായാലും വരും. അപ്പോൾ ആ സമയത്ത് ഇതിൽ വെള്ളമുള്ള സമയത്ത് നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ജസ്റ്റ് ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ വന്ന് കുറച്ചൊരു വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, അത് കാണാം. പക്ഷേ കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നുകൂടി ഞാൻ എടുത്തു തരും. ഇപ്പം വെള്ളം വളരെ കുറവാണ്, എന്നാലും ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭംഗി കിട്ടുന്നില്ല. ഭംഗിയുണ്ട്, പക്ഷേ എന്നാലും അത്രമാത്രം പറയാൻ മാത്രമുള്ളൊരു സംഗതി കിട്ടുന്നില്ല. വീഡിയോ കാണാം. ലേഡി ബോവർ എന്ന് പറയുന്ന ഈ റിസർവോയർ ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഡെർബിഷെയർ എന്ന പ്രദേശത്ത് 1943 കുടിവെള്ളത്തിന് ആയി തുടങ്ങിയിട്ടുള്ള റിസർവോയറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഞാൻ ആമുഖത്തിൽ കാണിച്ച പ്ലഗ് ഹോൾസ് അഥവാ ബെൽമൗത്ത് സ്പിൽവേ എന്ന് പറയുന്ന സ്പിൽവേയിലൂടെ ഈ റിസർവോയറിൽ വെള്ളം അധികമായി വരുമ്പോൾ ആ വെള്ളത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ആ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു കാഴ്ച കാണാൻ ഉള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം. ആ സ്പിൽവേയിലൂടെ വെള്ളം ഇങ്ങനെ ചുഴറ്റി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിമനോഹരമായ കാഴ്ചയാണ്. അതല്ലെങ്കിലും ഈ ഒരു റിസർവോയറും പ്രദേശമൊക്കെ അതിമനോഹരമായ കാഴ്ചകളും കയാക്കിങ്ങും ബോട്ടിങ്ങിനും ഒക്കെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഭംഗി തരുന്നത് ആ ബെൽമൗത്ത് സ്പിൽവേ അഥവാ പ്ലഗ് ഹോൾസിലൂടെ വെള്ളം റിസർവോയറിന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴുക്കി കഴിയുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. 210 ഹെക്ടർ പ്രദേശത്താണ് ഈ ഒരു റിസർവോയർ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.